എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് സാംബശിവൻ അങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി കാണിക്കാന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹത്തെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അച്ഛൻ മുതലാളോട് പറഞ്ഞൊരു അപ്പോയിന്റ്മെന്റ് എടുത്ത് തന്നാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം, കുഴപ്പമില്ല. തൃശ്ശൂർ അദ്ദേഹത്തിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് മോനെ. ആണോ? എന്ത് പറ്റി അച്ഛാ? പാവം സാംബശിവൻ സാറിന് ഒരു പാമ്പ് കടിച്ച് കുറച്ച് സീരിയസ് ആ മോനെ. എന്തേ പറയുന്ന അച്ഛാ? ഡോക്ടർ അങ്കിളിനെ പാമ്പ് കടിച്ചെന്നോ? ആ മോനെ, നീലിമലക്കാട്ടിലെ സൂയിസൈഡ് പോയിന്റ് ഇല്ലേ, അവിടെ വെച്ചാ പാമ്പ് കടിച്ചത്. ഓ ദൈവമേ, അങ്ങനെയാണെങ്കിൽ ഞാൻ കണ്ടത് അദ്ദേഹത്തെ ആയിരുന്നു. നീ എന്തായി പറയുന്നേ? അതച്ഛാ, ഞാൻ ആ പാമ്പിനെ കണ്ടിരുന്നു. ആ പാമ്പ് അങ്കിളിനെ കടിക്കുന്നതും കണ്ടതാ. പക്ഷെ എനിക്ക് അത് സാംബശിവൻ അങ്കിളാണെന്ന് മനസ്സിലായില്ല അച്ഛാ. നീ എന്തിനാണ് അങ്ങോട്ട് പോയത്? അത് അച്ഛാ, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഡ്രോപ്പ് ചെയ്ത് വരുന്ന വഴിക്ക് നല്ലൊരു സ്ഥലമല്ലേ ഒന്ന് കാണാമെന്ന് വെച്ച് കയറിയതാ. നോക്കുമ്പോൾ ദൂരെ ഒരു പാമ്പ് ഒരാളെ ചുറ്റി വരഞ്ഞിരിക്കുക. അത് സാധാരണ ഒരു പാമ്പല്ലായിരുന്നു, ശരിക്കും ഭയങ്കര വലുതായിരുന്നു. അത് മനുഷ്യനേക്കാളും വലിയൊരു പാമ്പ്. അതിനങ്ങനെ പാമ്പെന്നൊന്നും പറയാൻ പറ്റില്ല, സർപ്പെന്ന് വിളിക്കേണ്ടി വരും. അതിനെ കണ്ടപ്പോ തന്നെ എന്റെ ബോധം അങ്ങ് പോയി. ആണോ? എങ്ങനെയുള്ള പാമ്പായിരുന്നു? ഞാനൊരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ, അതിൽ കണ്ട അതേ പാമ്പ്, അതേ വലിപ്പം, ദേഹത്ത് കണ്ട അതേ പുള്ളികളും. നീ എന്തൊക്കെയാ പറയുന്നേ? സെയിം ടു സെയിം അച്ഛാ, രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അതുകൊണ്ട് പേടിച്ച് ഞാൻ ബോധം കെട്ട് വീണോടെ. പിന്നെ കുറെ സമയം കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ്. അപ്പൊ നോക്കുമ്പോ അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പേടിച്ച് തിരിഞ്ഞു പോലും നോക്കാത്ത ജീവനും കൊണ്ട് ഓടി. ആ പാമ്പ് നിന്നെ കണ്ടിട്ടുണ്ടാവോ? ഇല്ലെന്ന് എന്റെ വിശ്വാസം. എന്തായാലും നന്നായി. നോക്ക് തൃശ്ശൂർ, ഈ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഒരു കാരണവശാലും അമ്മ അറിയാൻ പാടില്ല, കേട്ടല്ലോ? ആ പിന്നെ മുതലാളിയുടെ വീട്ടിലും ആരും അറിയാൻ പാടില്ല. ഇതൊക്കെ കേട്ടാ അവരും പേടിക്കും. ഇത് എന്തൊക്കെ സംഭവിക്കുന്ന അച്ഛാ? എന്റെ ജീവൻ രക്ഷിച്ച ഡോക്ടർ അദ്ദേഹം. എന്നെ വന്ന് പാമ്പ് കടിച്ചു, അദ്ദേഹത്തിന് ഇപ്പൊ അതുപോലെ തന്നെ. അച്ഛാ, എങ്ങനെയുണ്ട് ഇപ്പൊ അദ്ദേഹത്തിന്? എന്തെങ്കിലും സീരിയസ് ആയിട്ട്? ചേച്ചേ, അങ്ങനെയൊന്നുമില്ല. ഞാനും മുതലാളിയും വേറൊരു കാര്യത്തിന് വേണ്ടി അവിടെ വരെ ഒന്ന് പോയതാണ്. പാമ്പ് കടിയേറ്റ് കിടക്കുന്നത് കണ്ടു. അപ്പൊ തന്നെ അദ്ദേഹത്തെ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്, പേടിക്കാനൊന്നുമില്ല. നീ ചുമ്മാ ടെൻഷനാവല്ലേ. അങ്ങനെയാണോ? സാറില്ല, വിട്, എന്തായാലും നന്നായി. അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് വിഷമമായേനെ. ഞാനും അവിടെ ഉണ്ടായിരുന്നതല്ല, എനിക്കൊന്നും ചെയ്യാനും പറ്റിയില്ല. ഞാനും അപ്പോൾ ആകെ പേടിച്ചു പോയെന്നേ. ഭാഗ്യം, അദ്ദേഹത്തിന് ജീവൻ ആപത്തൊന്നുമില്ലല്ലോ. അച്ഛാ, അദ്ദേഹമാണെങ്കിൽ എത്ര പേരെ രക്ഷിച്ചിട്ടുള്ളതാ. അതിന്റെ പുണ്യമൊക്കെ അദ്ദേഹത്തിന് കിട്ടാതിരിക്കോ? ഹലോ. ഹലോ മാഡം, എന്തൊക്കെയുണ്ട്? സുഖമാണോ? ആരോഗ്യമൊക്കെ മാഡം, ആരോഗ്യമൊക്കെ നന്നായി നോക്കണേ. ഭക്ഷണമൊക്കെ നല്ല നോക്കി കഴിക്കണം. ഇമ്മ്യൂണിറ്റി കൂടിയാൽ പിന്നെ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല. ലേഹ്യം കഴിക്കണം, പിന്നെ കഷായമൊക്കെ കുടിക്കണം. പിന്നെ കട്ടിയുള്ള ആഹാരമൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കും. പിന്നെ എനിക്ക് നിങ്ങളോട് ഇതൊക്കെ പറയണം തോന്നി. ഹലോ മാഡം, എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇതൊക്കെ ചെയ്യും മാഡം, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. എപ്പോഴും സുഖമായിരിക്കും. ശരി ശരി, ചെയ്തോളാം. വേറൊരു കാര്യം പറയാനുണ്ട് മാഡം. ഞാൻ നിങ്ങളോടൊരു ഡോക്ടറെ പറ്റി പറഞ്ഞിരുന്നില്ലേ? നിങ്ങള് അന്ന് പോയിരുന്നില്ലേ ഒരു ഹോസ്പിറ്റലില്? അതെ. അവരെ പാമ്പ് കടിച്ചു അത്രേ. സംസാരിക്കാനേ പറ്റുന്നില്ല. ഓ ആണോ? എന്നിട്ട് ഞാനന്ന് നീലിമലയിൽ പോയ സമയത്ത് ഒരു പാമ്പിനെ കണ്ടിരുന്നു. ആ പാമ്പ് ഒരാൾ ചുറ്റി വരഞ്ഞിരിക്കായിരുന്നു എന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞ ആ ആള് ഇദ്ദേഹമായിരുന്നേ. ഇദ്ദേഹത്തെയായിരുന്നു അന്ന് പാമ്പ് കടിച്ചത്. ആണോ? പോട്ടെ, സാരില്ല. അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ മാഡം. അദ്ദേഹം മരിച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കാ. പാവം, എന്റെ അച്ഛനും മുതലാളിയും കൂടി അങ്ങോട്ട് പോയപ്പോ യാദൃശ്ചികമായിട്ട് കണ്ടതാ. പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാ. ആണോ? നന്നായി.
എന്തായി? എവിടെയുണ്ടെന്നാ പറഞ്ഞ്? ട്രീറ്റ്മെന്റ് നടക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം ഹോസ്പിറ്റലിലാണ്. ഓ, ഓക്കെ ഓക്കെ. നോക്ക്, നിങ്ങളുടെ ക്യാൻസറിനെ പറ്റി ഞാൻ വേറെ ഏതെങ്കിലും ഒരു ഡോക്ടറോട് സംസാരിക്കാം. ആ ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു മാഡം. ബൈ, ടേക്ക് കെയർ. ആ ബൈ. ശിവാനി, എന്തു പറ്റി? നീലി, നമ്മൾ കരുതിയതെല്ലാം തെറ്റാണ്. ഞാനൊന്ന് ദംശിച്ചില്ലേ? അയാൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന്. ആണോ? അതിപ്പോൾ ഒരു നല്ല കാര്യമല്ലേ ശിവാനി? ശരിയാണല്ലേ? ഇപ്പൊ അയാളെ കാണാൻ എന്തായാലും മറ്റുള്ളവർ വരും. എന്തായാലും നാഗമാണിക്യത്തെക്കുറിച്ച് അവർക്കൊക്കെ അറിയായിരിക്കും. അത് നമുക്ക് വലിയൊരു സഹായമായിരിക്കില്ലേ? അതെ, നീ എന്തായാലും അവിടെ ജോലിക്ക് കയറിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും. ഇനി മുതൽ നിന്റെ ഒരു കണ്ണ് അവന്റെ മേലെ വേണം. വാ പോ. ശരി. എന്തൊരവസ്ഥയാണിത്! സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. എത്ര സന്തോഷത്തോടെ നടന്നവനായിരുന്നടാ നീ. ഇപ്പൊ നോക്ക്, ഒന്ന് സംസാരിക്കാൻ പോലും പറ്റാതെ എന്നോടെങ്കിലും നിനക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ആ ദിഗ്വിജയൻ ചെയ്ത നെറികെട്ട പ്രവൃത്തി എന്താണെന്ന് അറിയാമായിരുന്നു. അവന് നമ്മളോട് വെറുപ്പാ. അവനോട് കാര്യങ്ങൾ തുറന്നു ചോദിക്കുന്നവരെ അവന് വെറുപ്പാ. ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം, നിനക്ക് ഈ ഒരു സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഒരിക്കലും അവനെ ജീവനോടെ വിടില്ല സാമ്പ. അവൻ എന്നെ കാണുന്നത് തീരെ ഇഷ്ടമല്ല. അവനെ കണ്ടാൽ എനിക്കും കലി കയറും. നമുക്കൊക്കെ പിച്ച കാശ് തന്ന് വായടപ്പിച്ചുകൊണ്ടിരിക്കുക അവൻ. ഇപ്പൊ നോക്ക്, നിനക്ക് ഈ ഗതിയായില്ലേ? ഇല്ല സാമ്പ, വിടില്ല അവനെ ഞാൻ. നിന്നെ എന്താണോ അവൻ ചെയ്തത് അതിന്റെ 10 മടങ്ങ് ഞാൻ അവനെ തിരിച്ചു കൊടുത്തിരിക്കും. ശിവാനി മേഡത്തിന് വന്നിരിക്കുന്ന ക്യാൻസർ മാറ്റാൻ പറ്റുമായിരിക്കും. അത് മാറേണ്ടതാണ്. അവർക്ക് ഇങ്ങനെ ഒരു അപകടം വരാൻ യാതൊരു സാധ്യതയില്ല. ഇനിയിപ്പോ അവരെ സഹായിക്കാൻ പറ്റിയ വഴിയെക്കുറിച്ച് ആലോചിക്കേണ്ടത്. ഛേ, എന്റെ തല മുഴുവൻ പെരുത്ത് കയറും. നീ എന്തോ വലിയ ആലോചനയിലാണെന്ന് തോന്നല്ലോ. ഞാൻ വന്നതുപോലെ നീ അറിഞ്ഞില്ല. ഏയ് തൃശൂൽ, എന്താ ബോസ് പറയ്. നീ എന്തോ ഒരു പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്താ കറക്റ്റ്, കുഴിയില്ല, വളരെ ആഴമുള്ളൊരു കുഴിയില്. അതിന് അങ്ങനെ കയറിപ്പോരെന്ന് എനിക്കറിയില്ല ബോസ്. വീണ് പോയി ഞാൻ. കയറി വരാൻ ഒരു മാർഗവും ഇല്ല. ഇനി ഒരു മാർഗം ഉണ്ടാവാനും സാധ്യതയില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് യാതൊരു രൂപവുമില്ല. ഹലോ 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 റിലാക്സ് റിലാക്സ്. എന്താണത്? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അല്ല, ഏത് നേരം വളവളാന്ന് സംസാരിച്ചോണ്ടിരിക്കുന്ന നീ ഇത് നിനക്ക് ചേരുന്നില്ല. കൊച്ചുമുതലാളി, കൊച്ചുമുതലാളി, ഈ കാലത്തൊക്കെ എന്ത് അസുഖം വന്നാലും അതൊക്കെ മാറൂലോ അല്ലേ? ടെക്നോളജി ഡെവലപ്മെന്റും മെഡിക്കൽ സയൻസും ഒക്കെ ഇപ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് അല്ലേ ബോസ്? അതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. എന്താ തൃശൂൽ, എന്താ കാര്യം? ആദ്യം നീ പറഞ്ഞു കുഴിയുന്നത്, ഇപ്പൊ പറയുന്നു ടെക്നോളജി എന്നൊക്കെ. എന്താണ് ശരിക്കും പ്രശ്നം? ഒന്നുമില്ല. അത് പിന്നെ തൃശൂൽ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ നിനക്ക് വേണ്ടപ്പെട്ടവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇറ്റ്സ് ഓക്കെ, ടെൽ മീ. കുഴപ്പമില്ല, നീ പറടാ. അത് പെൺകുട്ടികൾക്ക് ഈ ചെറുപ്രായത്തിലൊക്കെ എന്തെങ്കിലും അസുഖം വന്നാൽ അതൊക്കെ മാറിപ്പോകുന്നതല്ലേ? ഏത് പെൺകുട്ടിയെ മോനെ? എന്തു പറ്റി? എന്താ കാര്യം? അത് അമ്മേ, എനിക്കറിയാവുന്ന ഫാമിലിയിലെ കുട്ടിക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്. കുറച്ച് സീരിയസ് ആണത്. ജീവന് പോലും ആപത്താ. അവര് കുറച്ച് ക്രിട്ടിക്കലാ. അവർക്ക് എന്തെങ്കിലും ആവോന്നോർത്ത് എനിക്ക് ആകെ ഒരു പേടി. എടാ തൃശൂൽ,
ഇപ്പോൾ മെഡിക്കൽ സയൻസും ടെക്നോളജിയും ഒക്കെ ഒരുപാട് ഡെവലപ്പായി എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ പേഷ്യൻസിന് എന്താണ് അസുഖം, അവരിപ്പോൾ ഏത് സ്റ്റേജിലുള്ളതെന്നുള്ള കാര്യമൊക്കെ പ്രധാനം. അവർ രക്ഷപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ ഡെഫിനറ്റ്ലി അറിയാൻ സാധിക്കും. ഇപ്പം നല്ല ഡോക്ടേഴ്സ് ഉണ്ട്, അതുപോലെ സ്പെഷ്യലിസ്റ്റുകളുണ്ട്. വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. കറക്റ്റാ കൊച്ചു മുതലാളി. ഞാൻ അവരോടും ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാം. എടാ, നീ ഇതൊന്നും ഓർത്ത് വെറുതെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കല്ലേ. നിനക്ക് ക്യാഷ് എന്തെങ്കിലും വേണം? അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല കൊച്ചു മുതലാളി. അവർക്ക് സാമ്പത്തികമായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ ഉള്ള ഹെൽത്ത് പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ഷുവർ. നോക്ക് മോനെ, നീ ആരെക്കുറിച്ചാ സംസാരിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഒരു കാര്യമുണ്ട് കേട്ടോ. ആ വ്യക്തി രക്ഷപ്പെടാൻ സാധ്യത തീരെ ഇല്ലെങ്കിലും ഒരു വഴിയുണ്ട്. എന്താ അമ്മേ അത്? അവരുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കണം. അവരെപ്പോഴും സന്തോഷമായിരിക്കാൻ നോക്കണം. അമ്പലങ്ങളിലൊക്കെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോണം. ഇഷ്ടങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഇതൊക്കെ അവർക്ക് ആശ്വാസം കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ട് അസുഖം ഭേദമായവർ ഒരുപാടുണ്ട്. അമ്മ പറഞ്ഞു ശരിയാ. വളരെ കറക്റ്റായിട്ടുള്ള കാര്യം അമ്മ പറഞ്ഞു. ഇപ്പൊ ഈ സൈക്കോളജിയിലും ഇതൊക്കെ തന്നെ ചെയ്യുന്നത്. ഞാൻ മനസ്സിൽ കണ്ടപ്പോ അമ്മ മാനത്തെ കണ്ടല്ലോ. അതുപോലെ പേഷ്യൻസിനെ നമ്മൾ എങ്ങനെ നോക്കുന്നുള്ള കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. അവർക്ക് ഒരു സ്ട്രെസ്സും കൊടുക്കാതെ എപ്പോഴും ചിരിച്ച് സന്തോഷമായിട്ട് കൊണ്ടാടക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ മിറാക്കിൾ തന്നെ സംഭവിക്കാം. സോ ഡോണ്ട് വറി. ഓക്കെ? താങ്ക്സ് കൊച്ചു മുതലാളി. താങ്ക്സ് അമ്മേ. എന്തിനാ മോനെ താങ്ക്സ് ഒക്കെ? എനിക്ക് അറിയാവുന്നത് ഞാൻ പറഞ്ഞു തന്നു. അത് വലിയ കാര്യമാണോ? എനിക്കിത് വലിയ കാര്യമായിട്ടുള്ള വിഷയമാണ്, വളരെ പ്രധാനപ്പെട്ടത്. ओम आदिशेषाय विद्महे सर्पश्रेष्ठाय धीमहे तन्नो नाग प्रचोदयात्. മുതലാളി, നാഗമാണിക്ക് എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടെ തന്നെ തിരിച്ചു വന്നല്ലോ. ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ? ഒരു പ്രശ്നവും ഇല്ല നന്ദീശ. നാഗമാണിക്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല, ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. അങ്ങനെയാണെങ്കിൽ വളരെ സന്തോഷം മുതലാളി. തൽക്കാലത്തേക്ക് നമ്മൾ ഇതിനെക്കുറിച്ച് ആരോടും ഒന്നും പറയാൻ നിൽക്കണ്ട. നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. പക്ഷേ ഇതെന്താ ആശ്ചര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാംബശിവ സാറിനെ പാമ്പ് കടിച്ചില്ലേ? അന്ന് നമ്മുടെ തൃശ്ശൂർ അവിടെ ഉണ്ടായിരുന്നേ. അദ്ദേഹത്തെ പാമ്പ് കടിച്ച് നമ്മൾ കണ്ടുവന്ന്. എന്താ ഈ പറയുന്നത് നന്ദീശ? സത്യമാണ് മുതലാളി. തൃശ്ശൂർ എന്താ ആവശ്യത്തിന് ആ വഴി പോയിരുന്നു. തിരിച്ചു വരുമ്പോ കണ്ടുവന്നാ പറഞ്ഞു. അവനെങ്ങനെ നമ്മൾ അബദ്ധവശാല് അവിടെ വെച്ച് കണ്ടിരുന്നെങ്കിലേ എന്താകുമായിരുന്നു? ഓർക്കുമ്പോ തന്നെ വല്ലാത്ത ടെൻഷനാ മുതലാളി. ഇത്രയും സീരിയസ് ആയ ഒരു കാര്യം എന്താ എന്നോട് പറയാതിരുന്നത്? എന്തിനാ മറച്ചു വെച്ചേ? അതല്ല മുതലാളി, അവൻ ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പൊ ആ കാര്യം സൂചിപ്പിച്ചത്. അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര പേടിയായി പോയി. എന്താണെന്നറിയോ മുതലാളി, അവൻ സ്വപ്നത്തിൽ കണ്ട പാമ്പില്ലേ, അതുപോലത്തെ പാമ്പാണത്രേ സാംബശിവന് വരിഞ്ഞ് മുറുക്കിയിരുന്നു. അതേ പാമ്പ്, അതേ നിറം. പക്ഷെ മനുഷ്യനൊക്കെ കുറെ വലുതായിരുന്നെന്നാ പറഞ്ഞേ. അത്രയ്ക്ക് ഭീകര കാഴ്ചയായിരുന്നു. ഇങ്ങനൊരു കാര്യം ഇത്രയും കഴിഞ്ഞിട്ടാണോ എന്നോട് പറയുന്നത്? അറിഞ്ഞ ഉടനെങ്കിലും പറയണ്ടായിരുന്നോ? ഛേ, പോവാ, ഇനി സമയം കളയാനില്ല. എത്രയും വേഗം ഗുരുക്കളെ കാണണം. മുതലാളി, നമ്മൾ എന്ത് തെറ്റാ ചെയ്തത്? നിനക്ക് എന്തിനാ ഇങ്ങനെ ഒരു ഗതി? എന്തൊക്കെ നുണയാണ് അവൻ പറഞ്ഞു നടക്കുന്നത്? അവൻ ചെയ്യുന്ന ചതികളൊന്നും നമുക്ക് മനസ്സിലാവാതിരിക്കാൻ ഒരു പാമ്പിന്റെ കഥയുണ്ടാക്കിയിരിക്കുന്നു. എന്ത് ചെയ്യാനാ? സത്യം അറിയണമെന്നുണ്ടെങ്കിൽ നീ കണ്ണു തുറന്നേ പറ്റൂ.
നീയല്ലാതെ എന്നോട് സത്യം പറയാൻ വേറെ ആരുമില്ല. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം കൂടി നീ കേട്ടോ സാംബശിവ, സത്യം ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും പുറത്തു വരും സാംബ. അന്ന് അവന്റെ അവസാനമായിരിക്കുമെന്ന് ഉറപ്പാ. എന്ത്? തൃശൂലിന്റെ സ്വപ്നത്തിൽ വന്ന നാഗവും സാംബശിവനെ അപകടത്തിലാക്കിയ നാഗവും ഒരേ നാഗമാണെന്നാണോ? അതെ ഗുരുക്കളെ, ആ കാര്യം മനസ്സിലാക്കിയതുകൊണ്ടാ ഞാൻ ഓടി ഇങ്ങോട്ട് വന്നത്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് സ്വപ്നമായി കാണാൻ കഴിയുക എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. നിങ്ങളുടെ മനസ്സിന്റെ ആ തോന്നലുകളെല്ലാം തന്നെ ഭാവിയിൽ യാഥാർത്ഥ്യമാകാൻ ഏറെ സാധ്യതയുണ്ട്. നന്ദീഷ, നിന്റെ മകൻ അപകടമൊന്നും സംഭവിച്ചില്ലല്ലോ? ഇല്ല ഗുരുക്കളെ, പേടിച്ചപ്പോ ഒന്ന് ബോധം കെട്ട് വീണെന്നേ ഉള്ളൂ. എഴുന്നേറ്റപ്പോ അവൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അവൻ അവിടെ പോകണമെന്നത് കാലത്തിന്റെ തീരുമാനമായിരിക്കാം. ചില നിശ്ചയങ്ങൾ ഒരിക്കലും നമ്മളാൽ തടുക്കാനാവില്ല. ഇപ്പോൾ നിങ്ങൾ കാര്യമായി ചെയ്യേണ്ട പ്രവൃത്തി വേറൊന്നുമല്ല. അതെന്താണ് ഗുരുക്കളെ? നിങ്ങൾ ആരും തന്നെ ആവശ്യമില്ലാതെ പുറത്തു പോകരുത്. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മുൻപിൽ ഒരിക്കലും പതറാൻ പാടില്ല. അവരോടും ശ്രദ്ധിച്ചിരിക്കാൻ പറയണം. ആ സാംബശിവൻ എവിടെയാണുള്ളത്? അവന്റെ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആയിരിക്കുക. നിങ്ങൾ അവനെ കാണുന്നതിനു വേണ്ടിയോ സംസാരിക്കുന്നതിനു വേണ്ടിയോ പോകാൻ പാടില്ല. അവൻ ഇനി രക്ഷപ്പെട്ടു വന്നതിന് ശേഷമാണെങ്കിൽ പോലും നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. എന്താണ് അങ്ങനെ ഗുരുക്കളെ? നാഗങ്ങളുടെ നീക്കങ്ങൾ ഒന്നും തന്നെ മനസ്സിലാക്കുവാൻ ആരെക്കൊണ്ടും സാധ്യമല്ല. ഇപ്പോഴും സാംബശിവൻ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അവൻ മരിക്കണ്ട എന്ന് തീരുമാനിച്ചതും ആ നാഗൻ തന്നെ ആയിരിക്കുമല്ലേ? ആ പറഞ്ഞത് സത്യം. അങ്ങനെയും നമുക്ക് അനുമാനിക്കാം. നാഗമാണിക്യം കൊണ്ടുപോയത് ആരാണെന്ന് അറിയുവാനുള്ള അടവുകളായിരിക്കാം. നാഗലോകത്തിലുള്ളവർ അഗ്രഗണ്യരാണ്. അവരെയൊക്കെ മനസ്സിലാക്കുവാൻ എന്നെ പോലുള്ള മാന്ത്രികന്മാർക്ക് മാത്രമേ സാധ്യമാകൂ. ഗുരുക്കളെ, അത് നടന്ന സമയത്ത് അപ്രതീക്ഷിതമായി ആ നാഗങ്ങൾ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിലും? ഇല്ല, ഞാൻ മന്ത്രാസ്ത്രങ്ങൾ ഉപയോഗിച്ചത് അതേ ഉദ്ദേശത്തിലാണ്. ഏതൊരു ശക്തിയാണെങ്കിലും അന്ന് നമ്മളെ കണ്ടിരിക്കാൻ സാധ്യതയേയില്ല. എന്റെ അസ്ത്രമേറ്റ് ഭയന്നു പോയ നാഗങ്ങൾ ഓടി ഒളിച്ചിട്ടുണ്ടാകണം. എന്റെ മന്ത്രശക്തികൾ നിങ്ങളെ എന്നും സുരക്ഷിതരായി നോക്കിക്കോളും. നിങ്ങൾ ആരെങ്കിലും സാംബശിവനെ കാണാൻ പോവുകയാണെങ്കിൽ നാഗങ്ങൾ നിങ്ങളെ പിന്തുടർന്ന് സത്യങ്ങൾ അറിയുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല ശ്രദ്ധ വേണം. നിന്റെ സുഹൃത്തുക്കളോടും ശ്രദ്ധിക്കാൻ പറയണം. ശരി ഗുരുക്കളെ, എന്നാ ഞങ്ങൾ വരട്ടെ. വിജയ് ഭവ.